ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു 6-6:30 മണി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ പാതി വഴി എത്തിയപ്പോൾ മഴ ശക്തമായിട്ടങ്ങ് പെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ബൈക്ക് ഒരു ബസ് സ്റ്റോപ്പിന് അരികിലേക്ക് നീക്കിയിട്ടിട്ട് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെപ്പോലെ മഴയത്തുനിന്ന് ഒതുങ്ങി നിന്ന വേറെയും 4-5 പേര് ആ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ മഴയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ചൂടിന് ഒരു ആശ്വാസമായിക്കൊണ്ട് നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, തകർത്ത് പെയ്യാണ്. ഞങ്ങളൊക്കെ ആ ഒരു മഴയുടെ കാഴ്ചയും ആ പുതുമണ്ണിൻ്റെ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഏതാണ്ട് ഒരു 45 വയസ്സ് 46 വയസ്സിൻ്റെ അടുത്ത് പ്രായം വരുന്ന ഒരു വ്യക്തി സ്കൂട്ടറിൽ ഞങ്ങളുടെ മുമ്പിൽ ആ ബസ് സ്റ്റോപ്പിനടുത്ത് വന്ന് നിന്നു. അദ്ദേഹം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കേറി. എന്നിട്ട് ഇങ്ങനെ ടവലെടുത്ത് തലയൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് തുറത്തിക്കൊണ്ട് നിന്നുകൊണ്ട് മഴ നോക്കി വരികയാണ്. ഒരു നശിച്ച മഴ, പെട്ടെന്ന് ഇത് എവിടുന്നാ ഇപ്പോൾ ഒന്ന് പെയ്തത്, എന്താ ഇപ്പോൾ ഒരു മഴയുടെ ആവശ്യം എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെയും ഏതാണ്ട് ഒരു 30 സെക്കൻഡ് കൂടുമ്പോൾ ഇയാൾ പറയാണ്, ഇത് മഴ നിൽക്കുന്നില്ലല്ലോ, നാശം, എങ്ങനെ ഇപ്പോൾ വീട്ടിലെത്തുക, ഒരു നാശം പിടിച്ച മഴ. ഇങ്ങനെ ഇയാൾ ആ മഴയെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ നോക്കുകയാണ്, ഇയാൾ എന്തൊരു മനുഷ്യനാണ്. എത്രയോ കാലത്തിന് ശേഷം ഈ ചൂടിന് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഈ മഴ. ഒരു 2 ദിവസത്തേക്ക് എന്തായാലും ചൂടിനൊരു കുറവുണ്ടാകും. പക്ഷെ അതിൽ സന്തോഷിക്കുന്നതിന് പകരം ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞങ്ങൾ എല്ലാവരും മുഖത്തോട് നോക്കി ഇങ്ങനെ ഒരു സന്ദേശം കൈമാറുന്നുണ്ട്, എന്താ ഇയാൾ ഇങ്ങനെയെന്ന്. വീണ്ടും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു നാശം പിടിച്ച മഴ. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റോളം അയാൾ ആ ബസ് സ്റ്റോപ്പിനകത്ത് ഇതിങ്ങനെ പ്രാഗിക്കൊണ്ട് നിന്നിട്ടുണ്ടാകും. എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് അയാൾ ക്ലോക്കിലേക്ക് വാച്ചിലേക്കൊക്കെ നോക്കിയിട്ട് അയാൾ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് കണ്ട് ഇറങ്ങി പോണതും കണ്ടു. സ്കൂട്ടർ അങ്ങോട്ട് തുറന്നു, സ്കൂട്ടറിൻ്റെ ആ സീറ്റ് അങ്ങോട്ട് പൊക്കി അതിൻ്റെ അടിയിൽ നിന്ന് എന്തോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്താ ഇയാൾ എടുക്കുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന സമയത്ത് അതൊരു കവറിൽ പൊതിഞ്ഞ ഒരു റെയിൻകോട്ടായിരുന്നു. അയാൾ അപ്പം തന്നെ ആ റെയിൻകോട്ട് എടുത്തിട്ടു, എന്നിട്ട് ഫാൻറ്റൊക്കെ ഇട്ടു, എല്ലാം സെറ്റാക്കി മുറുക്കിയതിന് ശേഷം വീണ്ടും ഹെൽമെറ്റ് എടുത്തിട്ടു ബൈക്കിൽ സ്കൂട്ടറിൽ കയറിയിരുന്ന് അയാൾ ഓടിച്ചു പോയി. ഞങ്ങളൊക്കെ ഒരു മിനിറ്റ് ഇങ്ങനെ ഷോക്കായി നിന്നു. എന്താ കൂടെ സംഭവിച്ചത്? ദൈവം, ഇയാളുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നോ? അതുണ്ടായിട്ടാണോ ഇയാൾ ഇത്രയും നേരം ഈ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നിട്ട് മഴയെ പ്രാഗിക്കൊണ്ട് നിന്നത്? അയാളുടെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട ഒരു 5 നിമിഷം ഇങ്ങനെ ശാപവാക്കുകൾ കൊണ്ട് കുതിർത്ത് കളഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷനും ഉണ്ടാകും. അങ്ങനെ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ആ സൊല്യൂഷൻ ഒന്ന് എടുത്ത് നോക്കാനോ അത് പ്രയോഗിക്കാനോ നമുക്ക് പലപ്പോഴും മടിയായിരിക്കും. എങ്ങനെയാണോ റെയിൻകോട്ട് ഉണ്ടായിട്ട് പോലും ആ റെയിൻകോട്ട് ഒന്ന് എടുത്ത് ഇടാനുള്ള മടി കൊണ്ട് നമ്മൾ മഴയെ ശപിച്ചുകൊണ്ട് അയാൾ നിന്നത്, അതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും. നമ്മുടെ കയ്യിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ചുഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് മെനക്കെടാതെ നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും 2 തരം കാര്യങ്ങളാണുള്ളത്. ഒന്ന് കൺട്രോളബിൾ ഫാക്ടേഴ്സ്, 2 അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ. അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയുമില്ലാത്ത, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത, നമുക്കൊരിക്കലും നിയന്ത്രിക്കാനോ നിർത്തുവാനോ സാധിക്കാത്ത കാര്യങ്ങൾ. ഇവിടെ മഴ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ഫാക്ടറാണ്. അത് ദൈവം തീരുമാനിക്കുന്നതാണ്, പ്രകൃതി നിശ്ചയിക്കുന്നതാണ്. എപ്പോൾ പെയ്യണം എപ്പോൾ പെയ്യരുതെന്ന്, ആ മഴ എപ്പോൾ നിൽക്കണമെന്നും തീരുമാനിക്കുന്നത് കാലാവസ്ഥയാണ്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കുട, റെയിൻകോട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള കൺട്രോളബിൾ ഫാക്ടേഴ്സാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ മഴ പെയ്യുന്ന സമയത്ത് കുട പിടിച്ചുകൊണ്ട് റോഡിലൂടെ ഇറങ്ങി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. അതുപോലെ റെയിൻകോട്ട് ധരിച്ചുകൊണ്ട് നടക്കാം. അല്ലെങ്കിൽ മഴ കൊണ്ടുകൊണ്ട് നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം. അതൊക്കെ നമ്മുടെ കയ്യിൽ, നമ്മുടെ പരിധിയിൽ വരുന്ന, നമ്മുടെ തീരുമാനത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഈ കൺട്രോളബിൾ ഫാക്ടേഴ്സ് മാറ്റി വെച്ചുകൊണ്ട് മഴ നിൽക്കണം, മഴ പെയ്യരുത്, മഴ ഒരിക്കലും എന്നെ തടസ്സപ്പെടുത്തരുതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിനെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ പരിധിയിൽ ഒതുങ്ങുന്ന നമ്മുടെ കൺട്രോളബിൾ ഫാക്ടേഴ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനും സാധിക്കുകയുള്ളൂ, വിജയം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പിന്നിലുള്ള കൺട്രോളബിൾ ഫാക്ടേഴ്സിനെ കണ്ടെത്തി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.